മിനിയാന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ നമ്മളത് മജ്‌ലിസിലായിരുന്നല്ലോ അന്ന്. നമ്മുടെ ഊട്ടിയിലേക്ക് അഥവാ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇബാദിന്റെ വളരെ മഹത്വ നിറഞ്ഞതായ ഒരു യാത്ര, ജീവിതത്തിലേറെ സന്തോഷം ഉണ്ടായ ഒരു അനുഭവം. ഒരുപാട് ആളുകളെ കാണാൻ കഴിഞ്ഞു. നമ്മളറിയാത്ത അങ്ങനെ ഉണ്ടാവല്ലോ, നമുക്ക് അവരെ അറിയില്ല, അവര് നമ്മളെ അറിയില്ല, എന്നാൽ അവിടെ എത്തിയാൽ നമ്മളെല്ലാരും ഒന്ന് ആ ഒരു രീതിയിൽ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ഒരു വല്ലാത്തൊരു വൈബ് നിറഞ്ഞൊരു യാത്ര, അങ്ങനെ തന്നെ പറയാം. അങ്ങനത്തെ ഒരു യാത്രയായിരുന്നു. അൽഹംദുലില്ലാ 200 ചില്ലാനും ആള്, 100 ചില്ലാനും ബൈക്കിൽ നിന്ന്, അതുപോലെ 4 കാറും ഉണ്ടോണ്ട് ഇങ്ങനെ ഒരു വല്ലാത്തൊരു പ്രകൃതി മനോഹരമായ ആ മനോഹരിതകളൊക്കെ നല്ലോണം ആസ്വദിച്ചുകൊണ്ടുള്ളൊരു യാത്ര. ഞങ്ങളെ നായകൻ OPM അഷ്റഫ് മൗലവി സാഹിബ് അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട റഫീഖ് സാഹിബിനെ പോലെയുള്ള സർവാദരണീയരായ നമ്മുടെ ഇബാദിന്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളൊരു യാത്ര മനസ്സിന് ഹൃദയത്തിന് ഇല്ലാത്തൊരു ആത്മീയമായ ഒരു ആനന്ദം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു യാത്രയായിരുന്നു. ആ യാത്രയിലുണ്ടായ അനുഭവങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഞാനൊക്കെ എന്റെ കൂട്ടുകാരോട് തന്നെ പറയുകയുണ്ടായി, നമുക്ക് ഏറ്റവും നേടിയെടുക്കാൻ പറ്റിയൊരു യാത്രയുണ്ടെങ്കിൽ ഇത്തരം യാത്രകളാണ്. കാരണം മരിച്ചാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമുക്ക് ഏറ്റവും ഉണ്ടാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ആ കൂട്ടുകാരെ നമുക്ക് വേണമെങ്കിൽ ഇബാദിലൂടെ നമുക്ക് കിട്ടുമെന്നാണ്. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അനുഭൂതി നിറഞ്ഞൊരു, എന്താ പറയാ പഠിച്ചോനെ, മനസ്സിന്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞൊരു യാത്ര. യാ അല്ലാഹ് യാ അല്ലാഹ്. മാത്രമല്ല അവിടെ പോയപ്പോ ചിലരൊക്കെ ഒരു 2 ഹദീസ് അല്ലെ ഒരു ഹദീസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ, ഇങ്ങനെ 4 ആള് കൂടിയിട്ടൊക്കെ ഇങ്ങനെ ദീനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യാം. നമ്മളുണ്ടല്ലോ എന്തെങ്കിലും ആരെങ്കിലും കുറ്റം പറഞ്ഞാണ്ടല്ല, ദീനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുക. എന്നിട്ട് ഹദീസ് പറയാ, ചരിത്രം പറയാം, അതവരിങ്ങനെ കേൾക്കുക, അവരിങ്ങോട്ടും പറയാ, നമ്മളത് കേൾക്കുക. അങ്ങനെയല്ല, ചില സങ്കടങ്ങൾ പറയും. ചിലരെന്റെ വീട്ടിൽ എങ്ങനെയാണ്, അല്ലെ എന്റെ നാട്ടിൽ എങ്ങനെയാണ്, എന്റെ കൂട്ടുകാരെങ്ങനെയാണ്, അങ്ങനെ സങ്കടങ്ങൾ പറയും. എന്നിട്ട് അവർക്ക് ആ സങ്കടങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ സമാധാനപ്പെടുത്തും. ഇതിന് ഇബാദ് തന്നെ വേണം. ഇബാദിന്റെ പ്രവർത്തനം അത്രത്തോളം മഹത്വമുള്ളതാണ്. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തകന്മാർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ഇവിടൊക്കെ എല്ലാ പ്രയാസങ്ങളും നീക്കണേ അല്ലാഹ്. പ്രത്യേകം നിങ്ങൾക്ക് ദുആയിൽ ഉണ്ടാകണമെന്ന് അറിയിക്കാൻ.